വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ആൻഡ് കുക്കീസ്. ലെറ്റ്സ് മേക്ക് ബർത്ത്ഡേ കാർഡ്സ്. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിൻറ്റേജ് തീമിലുള്ള ബർത്ത്ഡേ കാർഡാണ്. ഈ വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നത് 4 ബർത്ത്ഡേ കാർഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ വിൻറ്റേജ് തീം വരുന്നതിനായിട്ട് നമ്മൾ കോഫി പൗഡറും അതേപോലെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് പേപ്പറിൽ പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒറിജിനാലിറ്റിക്ക് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റങ്ങളൊക്കെ കരിയിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന 4 എണ്ണത്തിൽ ഏറ്റവും എളുപ്പം ചിലപ്പോൾ ഇത് ഉണ്ടാക്കാനായിരിക്കും കേട്ടോ. കാരണം വലിയ പണിയൊന്നുമില്ല, ഈ ഒരു ടെക്സ്ചർ കൊണ്ടുവന്നാൽ മാത്രം മതി. ബാക്കി പിന്നെ എങ്ങനെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ വന്ന ചെറിയൊരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള റൈറ്റിങ്ങും കാര്യങ്ങളും ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ കാർഡ് വളരെ റെഡിയായി. ബർത്ത്ഡേ കാർഡ് മാത്രമായിട്ടല്ല, ലവ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി, അതേപോലെ ഫ്രണ്ട്സിന് റാൻഡമായിട്ട് ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കിത് നമ്മുടെ ക്രിയേറ്റിവിറ്റി മൈൻഡിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ വിൻറ്റേജ് ബർത്ത്ഡേ കാർഡ് ഇതാ ഇവിടെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സെക്കൻഡ് വൺ ശരിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. നമ്മളെ കാണിക്കുന്ന 4 കാർഡ്സിലും എല്ലാം ഭയങ്കര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരെണ്ണത്തിന് വേണ്ട ടൈം ഒരു 10-15 മിനിറ്റ് മാത്രമാണ്. വരയ്ക്കാൻ അറിയുന്നവരെ എന്നെപ്പോലെ ടെഡി ബിയർ വരച്ച് കൊളാക്കില്ല, നല്ല രീതിക്ക് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ ഇതിലൊരു പ്രശ്നം എന്ന് പറയാൻ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ടെഡി ബിയറിൻ്റെ ഫേസ് എന്തോ കറക്റ്റായില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് വന്നത്. ആൻഡ് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എങ്ങനെയുണ്ട് നമ്മുടെ ബർത്ത്ഡേ കാർഡ്? നെക്സ്റ്റ് നമ്മൾ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ചെയ്യുന്നത്. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാകാൻ വഴിയുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബർത്ത്ഡേ കാർഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി ചെറിയൊരു പരീക്ഷണമായിരുന്നു. ആൻഡ് എൻ്റെ വീട്ടിൽ ഒരു ഫുൾ ഇലച്ചെടികളാണ് ഗൈസ്. ഒരു പൂവുള്ള നല്ല ചെടി പോലും ഇല്ല. ആകെ തപ്പിയിട്ട് ഒരു മുള്ളുള്ള പൂവുള്ള ഒരു ചെടിയിൽ നിന്ന് കുറച്ച് 5-6 പൂ കിട്ടി. അത് പറിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിലൊരു ഡിഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുത്ത കളറ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു പിങ്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ്. എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് തീമിൽ വരുന്ന ബർത്ത്ഡേ കാർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ആ ഒരു ബോ വെക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ, അത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പകുതി മുക്കാൽ പേർക്കും ഈ ഒരു ബർത്ത്ഡേ കാർഡ് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് ഈ 4 ബർത്ത്ഡേ കാർഡ്സിലും ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഗൈസ് കറക്റ്റ് 1 മാസം നമ്മൾ നല്ല കൺസിസ്റ്റൻസിയിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. ആൻഡ് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.